പേരാണ് യേശുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്? എത്ര പേരാണ് യേശുവിനെ സ്നേഹിക്കുന്നവരുണ്ട്? രണ്ട് ചോദ്യമാണ് നിങ്ങളോട് ഉന്നയിച്ചത്. ഒന്ന്, യേശുവിനെ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ടെന്നപ്പോഴും ഏറിയ പങ്ക് വ്യക്തികളും കരമുയർത്തി. യേശുവിനെ സ്നേഹിക്കുന്ന എത്ര വ്യക്തിയുണ്ടെന്ന് പറഞ്ഞപ്പോഴും സെയിം, ഏറിയ പങ്ക് വ്യക്തികളും കരമുയർത്തി. യേശുവിനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, യേശുവിനെ സ്നേഹിക്കുന്നവരുമുണ്ട്. രണ്ട് പദങ്ങൾ ചോദിച്ചപ്പോൾ രണ്ട് പദത്തിനും നമ്മൾ കൈയുയർത്തി. യേശുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആകരുത്, യേശുവിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലാകണം. ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോ വേണോ യേശുവിനെ കളഞ്ഞിട്ട് പോകാം. യേശുവിന്റെ അടുക്കൽ വരണമെന്നില്ല. അവർക്കൊരു ഞായറാഴ്ച മുടങ്ങുന്ന വലിയ സംഭവമില്ല. ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ സംഭവമില്ല. ബൈബിൾ ധ്യാനിച്ചില്ലെങ്കിൽ അത് കുഴപ്പമല്ല. പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം യേശുവിനോട് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഞാൻ വീണ്ടും വീണ്ടും ആ സ്ഥലം കാണാൻ പോകും. പക്ഷേ സ്നേഹം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന ഒന്നാണ്. 18 20 പിള്ളേർക്ക് മറ്റൊരാളുടെ സ്നേഹം കരുതിയാണ് തന്റെ അപ്പനെ, അമ്മയെ, കൂടപ്പിറപ്പിനെ, ദൈവത്തെ പോലും വിട്ടുകളഞ്ഞ് അവർ ഓടുന്നതിന്റെ കാരണം ആ വ്യക്തിയോടുള്ള സ്നേഹമാണ്, ഇഷ്ടമല്ല. ഇഷ്ടം എപ്പോ വേണോ അവസാനിക്കാം. സ്നേഹം അവൻ മരണം വരെയും അവസാനിക്കത്തില്ല. ദൈവത്തോട് ഇഷ്ടമുള്ളവരായിട്ടല്ല ഇരിക്കേണ്ടത്, ദൈവത്തോട് സ്നേഹമുള്ളവരായിരിക്കണം. ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറ, കർത്താവേ നിന്നെ സ്നേഹിപ്പാൻ ഒരു കൃപ ചെയ്യണമേ. പല വ്യക്തികളുടെയും ഹൃദയത്തിൽ സ്നേഹം അറ്റുപോയി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് സ്നേഹം ഉണ്ടാകണം. നമ്മൾ സ്നേഹിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്യണമെന്നില്ല. രണ്ടും രണ്ടാണ്. നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവത്തെ ഇഷ്ടപ്പെട്ടവരല്ല, ദൈവത്തെ സ്നേഹിച്ചവരാണ്. യേശുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ സാഹചര്യം അവർക്കൊരു പ്രശ്നമല്ല, സമ്പത്ത് അവർക്ക് പ്രശ്നമല്ല. അവരുടെ ഏത് പ്രാർത്ഥനാ വിഷയത്തിനും മറുപടി കിട്ടിയില്ലെങ്കിലും അവർ മാറത്തില്ല. അവർ യേശുവിനെ സ്നേഹിക്കുന്നവരാ. കാരണം അവർ പറയുന്നു, അന്ത്യത്തോളം നിന്റെ ചിറകടിയിൽ മറയാൻ വേണ്ടി ഞാൻ വന്നതാ, അതുകൊണ്ട് നിന്നെ വിട്ടെനിക്ക് മാറാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കണമേ, ഈ ലോകത്തിലെ രാജാക്കന്മാരും ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരും പലപ്പോഴും യേശുവിനെ സ്നേഹിക്കുന്ന കൂട്ടരെ മുടിച്ചു കളയുവാൻ പണമുയർത്തി നിന്നപ്പോഴും അവരുടെ മുമ്പിൽ അടിയറവ് പറയാതെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ജനറേഷന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് പിൻപിൽ നമുക്ക് മുമ്പേ കടന്നുപോയ ഒരു കൂട്ടം ജനം വഴികാട്ടിയത്. അവർ യേശുവിനെ ഇഷ്ടപ്പെട്ടവരല്ല, അവർ യേശുവിനെ സ്നേഹിച്ചവരാ. നമ്മുടെ ഉള്ളിൽ യേശുവിനോട് സ്നേഹമുണ്ടാകണം. യേശുവിനോട് സ്നേഹം വർദ്ധിച്ചാൽ നമ്മുടെ ഉറക്കം പോകും. 8 മണിക്ക് ഉറങ്ങുന്നവർ സ്നേഹിക്കുന്ന ഒരാൾ അപ്പുറത്തെ തലക്കിൽ ഉണ്ടെങ്കിൽ ഫോണിൽ മണിക്കൂറുകൾ കളയും. കാരണം എന്താ? അവർക്ക് ആ വ്യക്തിയോട് സ്നേഹമാണ്. ഇതുപോലൊരു സ്നേഹബന്ധം യേശുവായിട്ടുണ്ടെങ്കിൽ ആരെല്ലാം എതിർത്താലും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും, എത്ര തന്നെ രോഗങ്ങൾ വന്നാലും, യേശുവേ നിന്നെ പിരിഞ്ഞെനിക്കൊരു ജീവിതമില്ല. സർവ ലോകത്തെയും യേശു സ്നേഹിക്കുന്നത് സമ്പത്ത് കണ്ടിട്ടല്ല, പ്രൗഢി കണ്ടിട്ടല്ല, സൗന്ദര്യം കണ്ടിട്ടല്ല. യേശു നമ്മളെയാ സ്നേഹിക്കുന്നത്. തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ സ്നേഹിച്ചു. സൃഷ്ടികർത്താവായ ദൈവം സൃഷ്ടിയെ സ്നേഹിച്ചു. ഏത് സൃഷ്ടിയെ? ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ എന്തോ സസ്യങ്ങളെയോ മൃഗങ്ങളെയോ പക്ഷിപർവ്വജാതികളെയോ മത്സ്യങ്ങളെ നോക്കിയിട്ടല്ല. താൻ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനായിരിക്കുന്ന എന്നെയും നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഒരിക്കലും വഴിയിൽ ഇട്ടേച്ച് ദൈവം പോകത്തില്ല. സർവശക്തനായ എന്റെ കർത്താവായ യേശു കർത്താവ് നിങ്ങളെ വഴിയിൽ ഇട്ടേച്ച് പോകത്തില്ല. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആരും നിങ്ങളെ സ്നേഹിപ്പാനില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തോ, യേശു നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, മാതാവേ, പിതാവേ, കുഞ്ഞു മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിലേക്ക് നിങ്ങൾ നോക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഏത് പ്രശ്നമായാലോ, ഏത് പ്രതിസന്ധി ആയാലോ അതിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ അവൻ തയ്യാറാ. കാരണം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു.